സുജാത ചുറ്റും ഗിരിയെ നോക്കി. തങ്ങളിങ്ങോട്ട് പറഞ്ഞയച്ച അവനും സേതുവേട്ടനും ഇതെവിടെ പോയി കിടക്കുകയാണെന്ന് ചിന്തിച്ചു അവള്. വളക്കാരന് നേരെ താൻ കൈ നീട്ടിയപ്പോൾ തന്നെ ഒരു മോശം പെണ്ണായി കണ്ടിട്ടുണ്ടാകുമോ? അതാണോ തന്നെ അങ്ങനെ ഉപദേശിച്ചത്? സുജാതയുടെ മനസ്സിൽ പല ചിന്തകളും വന്നു. അങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവൾ ഗിരിയെ കണ്ടത്. ദൂരെയുള്ള ഒരു കശുമാവിന്റെ ചുവട്ടിൽ ഒരു സ്റ്റൂൾ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സേതുവേട്ടനും. സേതു കുറച്ചു കഴിഞ്ഞ് സൗമ്യയുടെ അടുത്ത് വന്നിരുന്നു കൊച്ചിനെ കളിപ്പിക്കാൻ നോക്കുന്നു. ഗിരി ഒരു സിഗരറ്റും എടുത്ത് കുറച്ചുള്ളിലേക്ക് ഇരുട്ടിന്റെ മറവിലേക്ക് പോകുന്നത് സുജാത കണ്ടു. സുജാത ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പതുക്കെ എഴുന്നേറ്റു. എല്ലാവരും പരിപാടി കാണുന്ന തിരക്കിലാണ്. ആൾക്കാരുടെ പിന്നിലൂടെ അവൻ പോയ വഴിയെ നോക്കി. ഇരുട്ടാണ്. കുറെ മരവും ഉണങ്ങിയ ഇലകൾ മാത്രമുണ്ട്. ഇരുട്ടിൽ പോലും തിരിഞ്ഞു നിൽക്കുന്ന ആ ഒറ്റ കൊമ്പനെ കണ്ടപ്പോൾ അവനെ പിന്നിലൂടെ പുഴയാൻ അവൾക്ക് മോഹം തോന്നി. സിഗരറ്റ് വലിച്ചു വിടുന്നു. ചെറിയൊരു വെട്ടമുണ്ട്, ഒപ്പം മണവും. ഗിരിയേട്ടാ, അവളുടെ മധുരമായ ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു. എടി! അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ആ കൈ പിടിച്ചു വലിച്ചു കുറച്ച് മുന്നോട്ട് മാറി ഒരു മരത്തിന്റെ ചുവട്ടിലായി നിന്നു. അവന്റെ പിടുത്തത്തിൽ അവളുടെ വെളുത്ത കൈയിൽ ചുവന്ന പാടായി എന്ന് പറയാം. അത്രയ്ക്ക് മയമില്ലാത്തൊരു പിടുത്തം, ഒപ്പം വേദനയും. എന്തിനടി ഈരിടത്ത് എന്റെ പിന്നാലെ വന്നത്? ആരെങ്കിലും കണ്ടാൽ എനിക്കാണ് പേര് ദോഷം. അവൻ വെപ്രാളപ്പെട്ട് അവളെ നോക്കി പേടിപ്പിച്ച് പിന്നിലേക്കൊന്ന് നോക്കി. ഞാൻ ആരും കാണാതെയാണ് വന്നത്. പേടിക്കേണ്ട, ഞാൻ കാണാൻ നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവില്ല. നിങ്ങളെ കാണാതായപ്പോ കുറെ ഞാൻ അന്വേഷിച്ചു. സേതുവേട്ടന്റെ ഒപ്പം കണ്ടപ്പോ കുറച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുമെന്ന് കരുതി. പക്ഷെ നിങ്ങൾ വന്നില്ല. അതാ ഞാൻ പിന്നാലെ വന്നത്. സുജാത കാര്യമായി അവനെ നോക്കി പറഞ്ഞു. ഗിരി അവളുടെ മുഖത്തോരോ ഭാവങ്ങളും ഒപ്പിയെടുത്തു. ഞാൻ വന്നില്ലെങ്കിൽ നിനക്കെന്താ? നീ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? എല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ? അവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓ, നാശി പിടിക്കാൻ എന്തെങ്കിലും പറയാൻ കാത്തു നിൽക്കുകയാണ്. ഈ കണ്ണ് നിറച്ചോളും, ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. സ്നേഹമുള്ളത് കൊണ്ടല്ലേ അന്വേഷിക്കുന്നത്? ഇഷ്ടമില്ലാത്തവരെ ആരെങ്കിലും അന്വേഷിക്കോ? സുജാത പതിയെ അവനെ നോക്കാതെ കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഗിരി അവളെ താടിത്തുമ്പ് പതുക്കെ ഉയർത്തി. എന്താണ് പെണ്ണെ നിന്റെ ഉദ്ദേശം? അവന്റെ സ്വരം ശാന്തമായിരുന്നു. ആ സ്വരത്തിൽ മുതിർന്ന ഒരാൾക്കുള്ള പക്വതയും കരുതലും അവളോടുണ്ടായിരുന്നു. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. എന്നെ മോശമായിട്ട് തോന്നിയോ? ഞാൻ അയാൾക്ക് വളയിട്ട് തരാൻ കൈ നീട്ടിയപ്പോ അവൾ വിറയിലോട് ചോദിച്ചു. എന്താ പെണ്ണ നീ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അവനൊരു ഇളക്കക്കാരനാണെന്ന് മനസ്സിലായി. നിനക്ക് അവന്റെ ഉദ്ദേശവും ഇളക്കവും മനസ്സിലായില്ല. അതുകൊണ്ട് വേഗം നീ കൈ നീട്ടിക്കൊടുത്തു, അത്ര തന്നെ. അതും പറഞ്ഞ് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇരുട്ടത്ത് എന്റെ പിന്നാലെ വന്നത്? നിന്റെ ഏട്ടന്മാരും വലിയച്ഛനും ചെറിയച്ഛനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്നെ നാട്ടിൽ തന്നെ അടിച്ചോടിക്കും. അവസാന വാചകം പറയുമ്പോൾ ഗിരിയുടെ ചുണ്ടിൽ ചെറുതായി ഒരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു. അവന്റെ മറുപടി കേട്ടപ്പോൾ എന്തോ സുജാതയ്ക്ക് സമാധാനം തോന്നി. അവൾ അവനെ നോക്കി ഹൃദയം നിറഞ്ഞ പുഞ്ചിരി നൽകി. ഗിരി ആദ്യമായിട്ട് അവളുടെ മുഖത്തെ പുഞ്ചിരി നോക്കി നിന്നുപോയി. നിറയൊത്ത പല്ലുകളും തൊഴുത്ത അതരവുമാണ് പെണ്ണിന്. വെളുത്ത വട്ടമുഖം ചിരിക്കുമ്പോൾ കൂടുതൽ ശോഭിക്കുന്നു. ഗിരിയേട്ടാ! അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ അവൾ പതുക്കെ വിളിച്ചപ്പോൾ അവൻ സ്വബോധത്തിൽ വന്നു. അവൻ പെട്ടെന്നൊന്ന് ഞെട്ടി. ഇത്രയും നേരം താൻ അവളെ വായി നോക്കിയെന്ന കാര്യത്തിൽ അവന് ദേഷ്യം വന്നു. ശരി, നീ വേഗം സ്ഥലം വിട്ടുപോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. പോകാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, അപേക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാനിതുവരെ ആരോടും അപേക്ഷിച്ചിട്ടില്ല. ഗിരിയേട്ടന് എന്നെ സ്നേഹിച്ചുകൂടെ? എന്നെയും ആ വീട്ടിലേക്ക് കൊണ്ടുവന്നൂടെ? തമാശിച്ചു പറയുന്നതല്ല, അത്രയ്ക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നും ഭാമയുടെ കൂടെ ചേച്ചിയായി എന്നും വേണമെന്നുമൊക്കെ. അവൾ അവന്റെ കൈത്തണ്ടിൽ പിടിച്ചു പറഞ്ഞപ്പോൾ അവൻ ശക്തിയിൽ വലിച്ചെറിഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ? ഇതൊക്കെ നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ് കുട്ടി. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്ത് കണ്ടിട്ടാണ് നീ എന്റെ പുറകെ വരുന്നെന്നത്. എന്തുകൊണ്ടും ചേരാത്ത രണ്ടു മനുഷ്യന്മാരാണ് നമ്മൾ. നീ അത് മനസ്സിലാക്ക്, ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. സുജാതയ്ക്ക് ദേഷ്യവും വിഷമവും എല്ലാം വന്നു. അവൾ അവന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു വലിച്ചു. എന്തുകൊണ്ട് ചേരില്ല? എന്റെ അച്ഛൻ ദേവരാജൻ മന്നാടിയാർ ആയതുകൊണ്ടാണോ? അതെന്റെ തെറ്റാണോ? എന്റെ അച്ഛൻ ഉയർന്ന ജാതിയാണെങ്കിൽ എന്റെ അമ്മ അങ്ങനെയല്ല. ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. എനിക്ക് ഈ ജാതിയിൽ ജനിച്ചത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഗിരിയേട്ടാ. കൊട്ടാരത്തിൽ താമസിക്കുന്ന എന്ന് കരുതി എല്ലാരും രാജകുമാരികളല്ല, അവൾ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. ഗിരി അവൾ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ദേവരാജന്റെ ജാരസന്തതിയാണ് ഇവളെന്നറിയാം. പക്ഷേ അതുകൊണ്ട് ഇവൾ ആ തറവാട്ടിൽ ആരുമല്ലാതെ ആവുന്നുമില്ല. കാർത്തികയും രുദ്രന്റെയും പെങ്ങന്മാരുടെ പട്ടികയിൽ ഇവളും പെടും. അവിടുത്തെ സ്വത്തും പണവും സൗകര്യങ്ങളും എല്ലാം ഇവളും അനുഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവൾ ഇങ്ങനെ പറയുന്നത്? ഗിരിയുടെ മനസ്സിൽ ഒരു 100 ചോദ്യങ്ങൾ കടന്നു വന്നു. എന്നെ സ്നേഹിച്ചോടെ ഗിരിയേട്ടാ? ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി എനിക്ക് ആ വീട്ടിൽ ജീവിച്ചാൽ മതി. എന്നെ ഒന്ന് കൊണ്ടുപോകുമോ
പ്ലീസ് എന്നെ രക്ഷിച്ചു കൊണ്ടുപോവോ, അല്ലെങ്കിൽ അവർ എന്നെ ഏതെങ്കിലും പണം നോക്കി വരുന്നവർക്ക് എന്നെ വിൽക്കും. സുജാത വീണ്ടും അവന്റെ കോടറിൽ പിടിച്ചു വലിച്ച് ശക്തിയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഗിരി ശരിക്കും ഒന്ന് പതറിപ്പോയി. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. നിനക്കേറിപ്പോയാൽ ഒരു 26 അല്ലെങ്കിൽ 27, എനിക്ക് 41 വയസ്സായി. ഞാൻ ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രായത്തിന് ചേർന്നതായിരിക്കും. ചിലപ്പോ അതൊരു 2ാം വിവാഹമായിരിക്കും. നിന്നെപ്പോലൊരു ചെറിയ പെൺകുട്ടിയെ അത് ആദ്യ വിവാഹം ചെയ്യാനുള്ള യോഗ്യതൊന്നും എനിക്കില്ല സുജാതെ. എന്റെ അനിയത്തി നീ തമ്മിൽ വെറും 1-2 വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. ഒരു ഭാര്യ അല്ലെങ്കിൽ ഇണ വേണമെന്ന് തോന്നൽ തന്നെ എന്റെ ഉള്ളിലില്ല. അപ്പോഴാണ് നീ എന്നോട് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പോലും അറിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് പോലും ഇതുപോലെ എന്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടില്ല. ഗീരിതന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പ്രായം വെറും ഒരു അക്കല്ലേ. 2 മനുഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കാൻ പ്രായത്തിന്റെ വിലക്കുകളുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഗിരിയേട്ടൻ ഒരു പുരുഷനും ഞാനൊരു സ്ത്രീയുമാണ്. എന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആവോളമുള്ള സ്നേഹമുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കാം. എന്റെ ജീവനും ജീവിതവും എല്ലാം നിങ്ങൾക്ക് തരാം. അത്രയ്ക്ക് സ്നേഹമാണ് നിങ്ങളോട്. അതോ ഞാനൊരു വികലാംഗയായതുകൊണ്ടാണോ മടി? അങ്ങനെയാണെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, ഞാനൊരു ശല്യത്തിനുമാവില്ല. ഇപ്പം ഇവിടെ വെച്ച് ഞാനിത് മറക്കും. അവസാന വാചകം പറഞ്ഞു തീർത്തപ്പോഴേക്കും സുജാതയുടെ ശബ്ദം ഇടറിയിരുന്നു. നീ എന്തൊക്കെയാണ് സുജാത പറയുന്നത്? എന്റെ മനസ്സിൽ ഞാൻ ഒരിക്കൽ പോലും നിന്റെ വൈകല്യത്തെ പറ്റി മോശമായി ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഇതൊരു വലിയ കുറവായിട്ട് തോന്നിയിട്ടുമില്ല. നിനക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് വൈകല്യമാകുന്നത്? നിന്റെ നടത്തത്തിലുള്ള അംഗഭംഗിയാണെങ്കിൽ എന്റെ മനസ്സിൽ അതിന് പ്രാധാന്യമില്ല. അതുകൊണ്ടല്ല ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്നത്. നിനക്കറിയുന്ന ഗിരിയല്ല ഞാൻ. ജീവിതം എങ്ങനെയായിരുന്നു, ഞാനും ഭാമിയും തമ്മിലുള്ള ബന്ധം എല്ലാം നിന്നിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളോടെ ജീവിച്ച നിനക്ക് നാളെ ചിലപ്പോൾ ഞാനും എന്റെ വീടും എല്ലാം ഒരു കുറവായി തോന്നിയാൽ എനിക്ക് എന്റെ ജീവിതം വെച്ച് റിസ്ക് കളിക്കാൻ വയ്യ. വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനമാണ് വേണ്ടത്. ഭാമയെ സ്വന്തം കാലിൽ നിർത്തി ഒരു ജോലിക്കാരിയാക്കി വിവാഹം കഴിപ്പിച്ചു വിടണമെന്ന് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇതിന്റെ ഇടയിൽ നിന്ന് പ്രണയിക്കാനും വിവാഹം കഴിക്കാനൊന്നും എനിക്ക് കഴിയില്ല സുജാത. മനസ്സിലാക്കണം പ്ലീസ്. ഗിരി അവളുടെ നേരെ കൈ തൊഴുതു പറഞ്ഞു. സുജാത അവന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചു. ഇപ്പൊ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഭാമയ്ക്ക് ജോലിയായി അവളുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്കാക്കുമ്പോ നിങ്ങൾക്ക് എന്നെ തിരഞ്ഞെടുത്തുകൂടെ? അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? എന്നെ പ്രണയിക്കണമെന്നോ എന്റെ കൂടെ സമയം പങ്കിടണമെന്നൊന്നും ഞാൻ വാശി പിടിക്കില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് മാത്രം ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. ആ ഒരു പ്രതീക്ഷ മാത്രം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. അവന്റെ കൈത്തണ്ടയിൽ പിടിച്ച് കരഞ്ഞു പറയുന്ന പെണ്ണിനോട് എന്ത് മറുപടി പറയണമെന്ന് അവന് മനസ്സിലായില്ല. സുജാത, എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ടാ. ഞാൻ എന്താ നിന്നോട് പറയാ? അവനൊന്ന് വിറച്ചുപോയി. അവൾ അവളുടെ മുഖം അവന്റെ കയ്യിൽ അമർത്തി വെച്ച് തേങ്ങി കരയുകയാണ്. അവളുടെ ചുടുകണ്ണുനീർ കയ്യിൽ ഒഴുകുന്നത് അവൻ അറിയുന്നുണ്ട്. കരച്ചിൽ നിർത്തിക്ക് നീ, മതി, ഇവിടുന്ന് പോകാൻ നോക്ക്. ഗിരി വീണ്ടും പഴയ ഫോമിലായി. സുജാത തന്റെ കണ്ണുകൾ തുടച്ച് അവനെ നോക്കി. അവൻ അവൾക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാതെ വേറെ എങ്ങും നോക്കി നിൽക്കുകയാണ്. അവൾ കാൽ ഉയർത്തി നിന്നുകൊണ്ട് ആ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. ഗിരി അത് പ്രതീക്ഷിച്ചില്ല. അവനെന്ന് അവളുടെ അടുത്തേക്ക് മുന്നോട്ടാഞ്ഞു. അവന്റെ നെറ്റിയിൽ കാൽ കുത്തി നിന്ന് അവൾ ചുംബിച്ചു. അവന്റെ കണ്ണുകൾ അടഞ്ഞു. ശ്വാസം പോലും എടുക്കാനാവാതെ നിന്നുപോയി. തന്റെ കണ്ണിലും പുരികത്തിലും നെറ്റിയിലും എല്ലാം അവൾ ഉമ്മ വെക്കുന്നുണ്ട്. ശരീരം ഇതുപോലെ അറിയാത്തൊരു ചൂട് ദേഹത്തിൽ നിന്ന് വന്ന പോലെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാത്സല്യത്തോടെ തന്റെ മുഖം മുഴുവനും അവൾ ചുംബിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴോ അവളുടെ മൃദുലമായ ആദരം തന്റെ കാപ്പി നിറത്തിലുള്ള ആദരങ്ങളെ നുകർന്നു. ഗിരിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. സ്വബോധമില്ലാതെ തന്നെ സ്നേഹിക്കുകയാണ് അവൾ. അവൻ അവളെ തള്ളി മാറ്റാൻ തോന്നിയില്ല. ഒരു സ്ത്രീയുടെ സ്പർശവും ഗന്ധവും തന്നിൽ അറിഞ്ഞതും അവന്റെ ബുദ്ധി വിവേകമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവളെ മൃദുലമായി നുകരാൻ ഇഷ്ടപ്പെടാതെ അവൻ അവളെ കീഴ്ചുണ്ട് തന്റെ ദന്തം കൊണ്ടൊന്ന് കടിച്ചു. സുജാത ഞെട്ടിപ്പോയി. അവൾ കണ്ണുകൾ വീഴ്ചതും അവൻ അവളെ മരത്തിലേക്ക് ചാഞ്ഞു നിർത്തി ശക്തിയിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ ആദരങ്ങളെ മുഴുവനായും വിഴുങ്ങി. സിഗരറ്റ് ചുവയുള്ള ആ ചുംബനം അവൾക്ക് അരോചകമായില്ല. താൻ ഏതോ സ്വപ്നലോകത്താണ് എന്ന് തോന്നിപ്പോയി അവൾക്ക്. ഗിരിയുടെ പരുക്കനായ വിരലുകൾ അവളുടെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു. അവളും ശക്തിയിൽ അവനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. മിനിറ്റുകളോളം നീണ്ട ചുംബനം. ഗിരി! ഉറക്കുള്ള സേതുവിന്റെ വിളിയിൽ അവൻ ഞെട്ടലോടെ തിരിഞ്ഞു. തന്നെ അന്വേഷിച്ച് അവൻ നടന്നു വരുന്ന ശബ്ദം അവന് കേൾക്കാം. ഗിരിയുടെ നെറ്റിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകി. താൻ എന്താണിപ്പോ ചെയ്തത്? അവന് ദേഷ്യവും വിഷമവും എല്ലാം തോന്നി.
വിവശയായി മരത്തിൽ ചാരി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ പാതിയടഞ്ഞ് ഒരു രതിശില്പം പോലെ നിൽക്കുന്നവൾ. ചുംബനത്തിന്റെ ഇടയിലുള്ള പിടിവലയിൽ സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ വസ്ത്രം, ആ അഴകളവുകൾ ഞെരിച്ച് ആസ്വദിക്കാനുള്ള മോഹം തോന്നിപ്പോയി അവനും. ഗിരിമുഖം ശക്തിയിൽ കുടഞ്ഞു. എടി, കണ്ണു തുറക്കടി, പോടി ഇവിടെ നിന്ന് വേഗം. അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ ഞാൻ. സുജാത വെപ്രാളപ്പെട്ടു പറഞ്ഞു. പൊയ്യോ എന്റെ മുന്നിൽ നിന്നും വേഗം. അവൻ അവളെ ഉന്തിത്തള്ളി. അവൾ തിരിഞ്ഞുകൊണ്ട് അവനെ നോക്കി. എടി, എല്ലാം പൊതിഞ്ഞു വെച്ച് പോടി. അവൻ നെറ്റി ഒഴിഞ്ഞിട്ട് അലസമായി അവളുടെ വസ്ത്രം നോക്കി പറഞ്ഞു. സുജാത സ്വയം നോക്കി വേഗം വസ്ത്രം നേരെയാക്കി. ഗിരിയേ, എവിടാടാ നീ? സേതു ഒന്നോടെ ഉറക്ക വിളിച്ചു. പോ വേഗം, ഗിരി അലറി. സുജാത വേഗം അവിടുന്ന് വയ്യാത്ത കാലം കൊണ്ട് പറ്റുന്ന വേഗത്തിൽ ഓടുന്ന കണ്ടതും അവന് കുറ്റബോധവും ദേഷ്യവും വന്നു. അവൻ ദേഷ്യത്തിൽ തലമുടി പിടിച്ചു വലിച്ചു. സുജാത ഓടിപ്പിടഞ്ഞു പോയതും നേരെ മുന്നിൽപ്പെട്ടത് സേതുവിന്റെ മുന്നിൽ. ഒരു പ്രേതത്തെ കണ്ട പോലെ വിളറിപ്പോയി അവൾ. നീ എന്താ ഇവിടെ? സേതു വെപ്രാളത്തോടെ ചോദിച്ചു. അത് ഞാൻ. ബാക്കി പറയാൻ കഴിയാതെ ഒരു ഓട്ടമായിരുന്നു സുജാത. സേതു അവളെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് വേഗം നടന്നു. രണ്ടാമത്തെ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഗിരിയെ കണ്ടതും അവന്റെ ചുമലിൽ സേതു കൈവച്ചു. ഗിരി, ഇവിടെ എന്താ നടന്നത്? ആ കുട്ടി എന്തിനാ പേടിച്ചോടിപ്പോയത്? അല്ല, എന്തിനാണ് ഈ സമയത്ത് ഇവിടെ വന്നത്? സേതു ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കാൻ തുടങ്ങി. ഗിരി ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. നീ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. സേതു പറഞ്ഞു. അവൾ എന്തിനാടാ ഇവിടെ നിന്ന് ഓടിപ്പോയത്? നിന്നോടല്ലേ ചോദിക്കുന്നത്? സേതു കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു. എന്നെ ഇഷ്ടമാണെന്ന് വീണ്ടും പറയാൻ. അവൾക്ക് എന്നെ കല്യാണം കഴിക്കണം, എന്റെ കൊച്ചിന്റെ അമ്മയാവണം. ഇതൊക്കെ തന്നെ ഗിരി ദേഷ്യത്തിൽ ഉറക്കെ പറഞ്ഞു. സേതുവിന് ചിരി വന്നുപോയി. ഇതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ മുഖമാവം കണ്ടപ്പോ തോന്നും വേറെ എന്തെങ്കിലും നടന്നു കാണുമെന്ന്. സേതു പറഞ്ഞു. നടന്നെന്ന് ചോദിച്ചാ എന്തൊക്കെയോ നടന്നു പോയി. പറ്റിപ്പോയി സേതു. എനിക്കാകെ തല പെരുക്കുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അവളെന്നെ. ബാക്കി മുഴുവൻ ആക്കാതെ ഗിരി സേതുവിന്റെ മുഖത്തേക്ക് നോക്കി. സേതു അവിടെ ഗിരിയെ തന്നെ കേട്ടു നിൽക്കുകയാണ്. നീ ഒന്ന് തെളിച്ചു പറ ഗിരി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോ? അവളെന്നെ ഗിരി ഉമ്മ വെച്ചു. ഗിരി മുഖത്ത് നോക്കാൻ കഴിയുന്ന നിലത്ത് നോക്കി പറഞ്ഞു. എന്ത്? സേതു ഉറക്കെ പറഞ്ഞു. നീ ഇനി ഉറക്കെ അലറി നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ. അവളെന്നെ ഉമ്മ വെച്ചു, അതും എന്നോട് ചോദിക്കാതെ, ഗിരി പറഞ്ഞു. പക്ഷെ അവളുടെ കോലം കണ്ട നീ അവളെ എന്തോ ചെയ്ത പോലെയാണല്ലോ. സേതു ആലോചനയിൽ പറഞ്ഞു. നീ അവളെ കണ്ടോ? ഗിരി വെപ്രാളത്തോടെ ചോദിച്ചു. എന്റെ മുന്നിൽ കൂടെയാണ് അവൾ ഓടി വന്നത്. എന്തോ കണ്ടു പേടിച്ച പോലെയാണ് അവളുടെ മുഖഭാവം. പിന്നെ മൊത്തത്തിലൊരു വശപ്പിച്ച ലുക്ക്. സേതു ഓർത്തുകൊണ്ട് പറഞ്ഞു. എടാ, എന്റെ കയ്യിൽ നിന്നും ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ മനഃപൂർവ്വമല്ല. ആദ്യമായിട്ട് ഒരു പെണ്ണ് കയറി ഉമ്മ വെച്ചപ്പോ ഞാനും തിരിച്ച് ഉമ്മ വെച്ചു പോയി. അതും കുറച്ച് സ്ട്രോങ് ആയി പോയി. ഗിരി പറഞ്ഞു. എന്റെ ഗിരി, എന്തൊക്കെയാണ് നീ പറയുന്നത്? സേതു ഞെട്ടലോടെ ചോദിച്ചു. ഞാനല്ല, അവൾ. ആ ചെകുത്താൻ കയറി പെണ്ണാണ് എന്നെ കയറി പിടിച്ച് ഉമ്മ വെച്ചത്. അപ്പോഴത്തെ ഒരു മൂടിൽ ഞാനും തിരിച്ചു വെച്ചു. എന്നെ ഇഷ്ടമാണ്, ജീവനാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോ ആർക്കാരും തോന്നില്ലേ ഒരിത്? വേണ്ടിയിരുന്നില്ല, തെറ്റായിപ്പോയി. ഒരു പെണ്ണിന്റെ സ്പർശനം ഏൽക്കുമ്പോഴേക്കും തളർന്നു പോകുന്ന ഒരുത്തനായിപ്പോയി. എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു സേതുവേ. ഗിരിയുടെ ശബ്ദമിടറി അവന്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന് സേതുവിന് മനസ്സിലായി. എന്റെ പൊന്നു ഗിരിയെ, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നീ ആയിട്ട് അങ്ങോട്ടൊന്നും ചെയ്തില്ലല്ലോ. നിന്നെ കയറി ഉമ്മ വെച്ച പെണ്ണിനെ നീയും കയറി ഉമ്മ വെക്കുന്നത്. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ അവൾ കിടന്ന് പിടഞ്ഞേനെ. ഇത് അവൾ നിന്ന് തന്നിട്ടല്ലേ? സേതു അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഗിരിയുടെ മനസ്സിലപ്പോൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ച അവളുടെ മുഖം ഓർമ്മ വന്നു. അവളാണ് തുടക്കം കുറിച്ചതെങ്കിലും അതിന് ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് താനാണ്. അവളെ ചുംബിക്കുക മാത്രമല്ല, ആ ശരീരത്തിനടക്കം തന്റെ വിരലുകൾ ഞെരിച്ചുടയ്ക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും സേതുവിനോട് തുറന്നു പറയാൻ തോന്നിയില്ല. ചെറുതായ ഒരു പുഞ്ചിരി അവരുടെ ചുണ്ടിൽ വന്നു. തനിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന പെണ്ണിന്റെ മുഖം ഓർത്തപ്പോൾ അവന്റെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. എടക്കള്ള, കിസിംഗ് സീൻ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? മനയിലെ തമ്പുരാട്ടിക്കുട്ടിയെ കയറി ഉമ്മ വെച്ച വലിയ പുള്ളി തന്നെ നീ. ചേലക്കര ഗ്രാമത്തിലെ ഒറ്റക്കൊമ്പൻ. വെറുതെയില്ല അവൾ നിനക്ക് വീണത്. കുറച്ച് തന്തലുക്കുണ്ടെങ്കിലും നീ ഒരു ചുള്ളം തന്നെയാണ് ഗിരിയെ. സേതു അവന്റെ കവളിൽ പിടിച്ച് കൊഞ്ചിച്ച് രംഗം മയപ്പെടുത്താൻ എന്ന ശ്രമത്തിൽ തമാശിച്ചു പറഞ്ഞു. തന്ത നിന്റെ അമ്മായിപ്പൻ. 41 വയസ്സൊന്നും അത്ര വലിയ പ്രായമല്ല. ഗിരി മുണ്ടൊന്നും മടക്കി കുത്തി പറഞ്ഞു. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നലെ വരെ പറഞ്ഞത്. നീ ഒരു കിളവനാണ്, മധ്യവയസ്കനാണ്, പ്രണയം വേണ്ട, പ്രേമം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ചൂരടിച്ചപ്പോഴേക്കും നീ അങ്ങ് ചെറുപ്പായോ? അവളെ കൂടെ കൂട്ടാനുള്ള ഉദ്ദേശമുണ്ടോ? സേതി ചോദിച്ചു. കൂടെ കൂട്ടാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അവൾ ചെറിയ പെണ്ണല്ലേ. ഇതൊക്കെ വെറും ഒരു ആകർഷണം മാത്രം. മറ്റൊരു പുരുഷനെ കാണുമ്പോൾ അവളത് മറന്നോളും. ഒറ്റ കാര്യത്തിലെ വിഷമോളും. അവളെ ഞാൻ തിരിച്ച് ചുംബിച്ചു പോയതിൽ.
അവസ്ഥ മനസ്സിലാക്കാനുള്ള പക്വത എന്റെ മനസ്സ് കാണിക്കാത്തതിൽ. ഇനി രണ്ടുപേരും കൂടി ആഗ്രഹിച്ചാൽ പോലും അവളുടെ കുടുംബം ഇത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെ വീർപ്പിച്ച് ഈ നാട്ടിൽ എനിക്ക് മനീതിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ഭാമയ്ക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല സേതു. അവസാന വാചകം പറയുമ്പോൾ ഗിരിയുടെ മറുപടി ഉറച്ചതായിരുന്നു. എന്തോ ആ മറുപടി സേതുവിനെ സന്തോഷിപ്പിച്ചില്ല. ഗിരിയുടെ തുറന്ന പറച്ചിൽ അവന്റെ ഉള്ളിൽ എവിടെയോ സുജാത കിടപ്പുണ്ടെന്ന് സേതുവിന് ഉറപ്പായി. പക്ഷെ ഗിരിയും സുജാതയും തമ്മിലുള്ള അന്തരങ്ങൾ വളരെ വലുതാണ്. പ്രായവും സാമ്പത്തികവും ജീവിത രീതിയും എന്തിന് ജാതിയടക്കം വ്യത്യസ്തമാണ്. ഒരു പക്ഷെ ഗിരി പറഞ്ഞ പോലെ വെറും ഒരു പ്രായത്തിന്റെ ആകർഷണമാണ് സുജാതയ്ക്കെങ്കിൽ അവന്റെ മനസ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ നോവ് തരിക. വേണ്ട, വെറുതെ കൂടുതൽ ആശ ഗിരിക്ക് കൊടുക്കണ്ട, സേതു മനസ്സിൽ കരുതി. നീ എന്താ ആലോചിക്കുന്നത്? സമയം ഒരുപാടായാലോ. ഇപ്പൊ പാവകുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നിൽക്കാനാണോ പ്ലാന്? കെട്ടിയോളെയും കുട്ടിയെയും കുട്ടി വീട്ടിൽ പോകാൻ നോക്ക്. ഞാൻ ഭാമയുടെ അടുത്തേക്ക് പോട്ടെ, ഗിരി പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. സ്വബോധത്തിൽ വന്ന സേതു അവന്റെ പിന്നാലെ നടന്നു. ഗിരി പറഞ്ഞ പോലെ പാവക്കൂത്തെല്ലാം കഴിഞ്ഞ ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലായി. തങ്ങളെ കാത്തു നിൽക്കുകയാണ് സുജാതയും മാമയും ഭാമയും സൗമ്യയും എല്ലാം. അവർ കൂട്ടം കൂടി സംസാരിക്കുന്നുണ്ട്. ഗിരിയും സേതുവും അവിടെ അടുത്തേക്ക് എത്തി. ഞങ്ങളെന്നാ പോകട്ടെ ആമിക്കുട്ടി, നിങ്ങളെ രണ്ടുപേരെയും കാർത്തി വന്ന് കൊണ്ടുപോകില്ലേ? സേതു വെറുതെ ചോദിച്ചു. ഏട്ടനും അച്ഛനും അവിടെ കമ്മിറ്റി ഓഫീസിലുണ്ട്. അവർ വരുമ്പോ ഞങ്ങൾ ഒരുമിച്ചും പോവുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ചാണോ പോകുന്നത്? ആമി ചോദിച്ചു. ഈ സമയത്തെല്ലാം ഗിരി ഓളി കണ്ടിട്ട് സുജാതയെ നോക്കുന്നുണ്ട്. പക്ഷെ സുജാതയ്ക്ക് മാത്രം മനസ്സിലായില്ല. അവൻ തന്നെ നോക്കുന്നില്ല എന്ന വിഷമം അവളിൽ നിറഞ്ഞു. തന്നെ അവൻ മോശമായി കരുതിയിട്ടുണ്ടാകുമോ എന്ന അമിതമായ ചിന്ത അവളുടെ ഉള്ളിൽ വന്നു. കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. കുറച്ചു മുൻപേ ആ ചുണ്ടിലാണ് അവൻ കടിച്ചു വിട്ടത്. അതുകൊണ്ട് തന്നെ വീർത്ത ചുണ്ടിൽ അവൾ അമർത്തി പിടിച്ചതും അവൾക്ക് ചെറുതായി നോന്തു. എന്റെ ടാക്സി ഉണ്ടല്ലോ, അതുകൊണ്ട് ഗിരിയും ഭാമയും എന്റെ കൂടെ വരട്ടെ. ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ പോകാമെന്ന് കരുതുന്നു. അല്ല, സുജാത എന്താ മിണ്ടാത്തെ? സേതു മനഃപൂർവ്വം അവളെ നോക്കി പറഞ്ഞു. സുജാത ഞെട്ടലോടെ അവരെ രണ്ടുപേരെയും നോക്കി. തന്നെ കണ്ണു നിറച്ച് നോക്കിയെന്ന അവളെ കണ്ടതും ഗിരി വേഗം മുഖം തിരിച്ചു. സേതു അവളെ മൊത്തത്തിൽ നോക്കി. പൊട്ടിയ ചുണ്ടും ചുവപ്പ് കലർന്ന മുഖവും എല്ലാം കുറച്ചു മുൻപ് അവിടെ ഇടയിൽ നടന്നതാണെന്ന് അവന് മനസ്സിലായി. എന്താണെന്നറിയില്ല. ബാത്റൂമിൽ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് ചേച്ചി പോയത്. പക്ഷെ എന്തോ കണ്ടു പേടിച്ചും തോന്നുന്നു. വന്നപ്പോ തൊട്ട് ഇതുപോലെ നിൽക്കുന്നേ, പ്രേതത്തിനെ കണ്ട പോലെ. മിക്കവാറും അച്ഛനെ കൊണ്ട് ചരട് ജപിച്ച് കെട്ടിക്കേണ്ടി വരും, ആമി തമാശ പോലെ പറഞ്ഞു. സുജാത അതിന് കഷ്ടപ്പെട്ട ഒരു പുഞ്ചിരി നൽകിയപ്പോൾ എല്ലാരും അതൊരു തമാശയായി കണ്ടുള്ളൂ. ഗിരിക്കും സേതുവിനും മാത്രം പരസ്പരം കാര്യം അറിയാം. എന്നാ നിങ്ങളിവിടെ നിൽക്കുക, ഞാനും ഇവനും വണ്ടി എടുത്തിട്ട് വരാം, ഭാര്യയുടെ മുഖത്ത് നോക്കി സേതു പറഞ്ഞു. സൗമ്യ അതിന് തലയാട്ടി. ഗിരി സുജാതയുടെ മുഖത്ത് പോലും നോക്കാതെ സേതുവിന്റെ കൂടെ മുന്നോട്ട് നടന്നു. ഏകദേശം അവരിൽ നിന്നും അത്യാവശ്യം ദൂരമായപ്പോൾ സേതു അവനെ കള്ളത്തരത്തിൽ നോക്കി. നീ ശരിക്കും ഉമ്മ മാത്രാണോ കൊടുത്തത്? ആ പെണ്ണിന്റെ മുഖവും ചുണ്ടും കണ്ടിട്ട് വെറുതെ ഉമ്മയെ തോന്നുന്നില്ല, സേതു സംശയത്തോടെ ചോദിച്ചു. എന്റെ ഉമ്മ ഇങ്ങനെയാ, കുറച്ച് സ്ട്രോങ് ആയിട്ടേ കൊടുക്കാൻ അറിയൂ. ഗിരി അവന്റെ മുഖത്ത് നോക്കാതെ ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ എങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാകും ഗിരിമോനെ? അതിന്റെ എല്ലെങ്കിലും ബാക്കി വെക്കോ നീ? സേതു വീണ്ടും കളിയാക്കി. ഇനി നീ എന്തെങ്കിലും അക്ഷരം പറഞ്ഞാ കൂട്ടുകാരനെ വണ്ടി കയറ്റി കൊന്നെന്ന് പറഞ്ഞ കേസിൽ ഞാൻ ജയിലിലാകും, ഗിരി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലും താക്കോലെടുത്ത് കാർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. സേതു ചിരിച്ചുകൊണ്ട് അവന്റെ ഒപ്പം മുന്നിലിരുന്നു.